ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത്തവണ 4 മാർക്കാണ് അപ്രീസിയേഷൻ ഉള്ളത് അല്ലേ. അപ്പൊ പൊതുവേ ഉണ്ടാവില്ല 6 മാർക്ക് 8 മാർക്കൊക്കെയാണ്. പക്ഷെ ഇത്തവണ നമ്മുടെ ക്വസ്റ്റ്യന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് 4 മാർക്കാണ് ഉള്ളത് അല്ലേ. ഈ 4 മാർക്കിന് സാറ് എങ്ങനെ ഞങ്ങൾ അപ്രീസിയേഷൻ എഴുതും ഒരു ഐഡിയ ഇല്ലല്ലോ. 4 മാർക്കിന് എത്രത്തോളം എഴുതണം എന്ന് അറിയുന്നത് നിങ്ങൾക്ക് നോക്കൂ. നിങ്ങൾ ഒരു പേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ പേജ്, ഒരു മാർജിൻ ഉണ്ടാവില്ലേ. നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ആണെങ്കിൽ എന്റെ മക്കൾ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഞാൻ ചെറുതായി കാണിക്കാൻ വേണ്ടിയിട്ട് പേന ഇങ്ങനെ എടുത്തിട്ടുള്ള കേട്ടോ, ചെറിയ പേന. അപ്രീസിയേഷൻ എഴുതി വെക്കട്ടെ. അപ്രീസിയേഷൻ എഴുതിയിട്ട് 2 കുത്തിടുക വരയിടുക. ഇനി ഇവിടുന്ന് അടിക്ക് നിങ്ങൾ എഴുതുക എന്തായാലും എന്തായിരിക്കും, അപ്രീസിയേഷൻ ആയിരിക്കും എന്നുള്ളതാട്ടോ. ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഈ അടുത്ത നെറേറ്റീവ് ആണെങ്കിലും ഈ നമ്പർ ഇടുക, 2 കുത്തിടുക വരയിടുക അല്ലെ. ഇപ്പൊ നെറേറ്റീവ് എഴുതുക, 2 കുത്തിടുക വരയിടുക. ഈ ഒരു സിസ്റ്റം ചെയ്താൽ നോക്കുന്ന ആളുണ്ടാവില്ലേ, പേപ്പർ നോക്കുന്ന ആളില്ലേ, അയാൾക്ക് വളരെ ഈസി ആയിരിക്കും. അയാളുടെ മൈൻഡിലുണ്ടാവും അപ്രീസിയേഷന് 4 മാർക്ക്, നെറേറ്റീവിന് 7 മാർക്ക്, ഇങ്ങനെ മൈൻഡിലുണ്ടാവും. അപ്പം നമ്മൾ ആ മൈൻഡ് നോക്കിയിട്ട് കൂടുതൽ വായിച്ചു നോക്കാണ്ട് തന്നെ എന്ത് ചെയ്യും, ഉത്തരം ഇട്ട് പോകും, മാർക്ക് ഇട്ട് പോകും എന്നുള്ളതാട്ടോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ അപ്രീസിയേഷൻ എഴുതി വെക്കുക. ഇനി ഒരു കോമൺ ഫോർമാറ്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇച്ചിരി ലെങ്തി ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 4 മാർക്കിന് ഇതെല്ലാം കൂടെ എഴുതണം എന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, കുറേ പഠിക്കുന്ന സമയത്താണ് അതിന് കുറച്ച് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാ നോക്കൂ, പിടിച്ചോളൂ കേട്ടോ. എന്ത് വന്നാലും എഴുതി കൊടുത്തോളൂ. എന്തെന്ന് അറിയോ, അപ്രീസിയേഷൻ ഇട്ടോ. ഒരു അപ്രീസിയേഷൻ തരുന്ന സമയത്ത് ആ കവിതന്റെ പേരുണ്ടാവില്ലേ, നെയിം ഓഫ് ദി പോം കേട്ടോ, നെയിം ഓഫ് ദി പോം. ആ കവിതന്റെ പേര് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക, നെയിം ഓഫ് ദി പോം. റെഡി അല്ലേ മക്കളെ? ആ കവിതന്റെ പേര് ഇവിടെ എഴുതി വെക്കുക. ക്ലിയർ? ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോം. അത് ഭയങ്കര മനോഹരവും അല്ലെ, അതുപോലെ തന്നെ എന്താണ് പറയുക, വണ്ടർഫുൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കവിതയാണ്. റിട്ടൺ ബൈ ദ ഫേമസ് പോയിറ്റ്. എഴുതിയ ആളുടെ പേരുണ്ടാവില്ലേ, പോയറ്റിന്റെ പേരെന്ത് എഴുതി വെക്കുക, പോയറ്റ് നെയിം എഴുതി വെക്കുക. എന്താ പോയറ്റ്സ് നെയിം ഇവിടെ എഴുതി വെക്കുക. ക്ലിയർ? റൈറ്റ്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോയം. ഈ കവിതയിൽ കവി പ്രചോദനം നൽകുന്ന വരികളും ഒരുപാട് ചിന്തകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് വി കാൻറ്റ് ഷട്ട് അവർ ഐസ്, നമുക്ക് നമ്മുടെ കണ്ണടക്കാൻ പറ്റൂല. എഗെയിൻസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദിസ് പോം അല്ലെ, ഈ കവിതന്റെ നന്മക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കണ്ണടക്കാൻ പറ്റൂല. ഗുഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ സാർ അത് പ്രകൃതിന്റെ അല്ലെങ്കിലോ, പ്രകൃതി അല്ല, ഗുഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കോട്ടോ നിങ്ങൾ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അടുത്ത പാരഗ്രാഫ് കേട്ടോ. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടോൺ. ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞതാണ് എന്ന്. മോർ ഓവർ, കൂടാണ്ട് ഇറ്റ് ഹാസ് മെനി ലൈൻസ്, അതിന് ഒരുപാട് വരികളുണ്ട്. വെൻ വി റീഡ്, നമ്മൾ വായിക്കുന്ന സമയത്ത് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോയം ഈസ് സെയിങ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ കവിത പറയുന്നത് എന്ന് കേട്ടോ. ക്ലിയർ? അതുവരെ എത്തി. അപ്പൊ 2ാമത്തെ പോയിന്റ് ആയിട്ടോ, 2ാമത്തെ ഒരു കുഞ്ഞു പാരഗ്രാഫ്. അടുത്തത്, ഇൻ ദിസ് നൈസ് പോം, ഈ ചെറിയ നൈസ് കവിതയിൽ ദ പോയിറ്റ് ടെൽസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ് ഇൻ ഇറ്റ് അല്ലെ. എന്തിന്റെയോ ഒന്നിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. നമ്മുടെ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന സാധനം അല്ലേടാ, അതിൽ പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. നെക്സ്റ്റ്, he clearly shows us that, അദ്ദേഹം നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു ഇനി നമുക്ക് എന്താണോ ആ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആ കവിതയുടെ തീം ഉണ്ടാവില്ലേ, ആ തീം എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കട്ടോ. തീം എഴുതി കൊടുക്കുക. ക്ലിയർ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. തീം എഴുതി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് ദ റൈമിംഗ് സ്കീം ഓഫ് ദ പോയം എന്ന് പറഞ്ഞാൽ റൈമിംഗ് സ്കീം എഴുതിക്കുക അല്ലെ. AABB എന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ, റൈമിംഗ് സ്കീം ഉണ്ടാവില്ലേ. ദെൻ റൈമിംഗ് വേർഡ്സ് ഉണ്ടാവില്ലേ മക്കൾ, അതിവിടെ എഴുതി വെക്കുക. In this poem we can see some poetic devices അല്ലെ. ഏതൊക്കെയാണ് ആ poetic devices? അലിട്രേഷൻ കാണാൻ പറ്റും, അസൊനൻസ് കാണാൻ പറ്റും, സിമിലി കാണാൻ പറ്റും, മെറ്റഫർ കാണാൻ പറ്റും അല്ലെ, പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. ഹൈപ്പർബലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാതെ ഹൈപ്പർബലെ എന്ന് കാണിക്കുന്നത് അല്ലേ. റിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം. അതൊക്കെ ഈ കവിതയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. സി, അപ്പൊ ഈ ഹൈപ്പർബലെ എന്താണ്, പോയറ്റിക് ഡിവൈസ് എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ലൈവിന് വായോ, നമ്മുടെ ചാപ്റ്റർ ലൈവ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അതിൽ വായോ. അപ്പൊ അതിൽ നമ്മൾ കറക്റ്റ് ആ കവിത എടുക്കുന്ന സമയത്ത് എന്താണ് പോയറ്റിക് ഡിവൈസ് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, The poem is really rich with wonderful images. ഈ കവിതയിൽ ഒരുപാട് ഇമേജുകൾ ഉണ്ട്. ലൈക്ക് വിഷ്വൽ ഇമേജ്, കാണാൻ പറ്റുന്നതിനാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയാ, കേൾക്കാൻ പറ്റുന്നതിനാണ് ഓഡിറ്ററി ഇമേജ്. ഇനി അത് മനസ്സിലാണെങ്കിൽ ലൈക്ക് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, എക്സെട്ര. ലാസ്റ്റ് ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ we can simply say that, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, the poem is really wonderful. കവിത ഭയങ്കര മനോഹരമാണ്. and the style of writing expressed by the poet is amazing. കവിത എഴുതി വെച്ചിട്ടുള്ള രീതി ഉണ്ടാവില്ല കവിയുടെ,
അത് വേറെ ലെവലാണ് കേട്ടോ. ദ പോയിന്റ് എക്സ്പ്രസസ് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ഐഡിയാസ് എങ്ങനെയാണെന്നറിയോ, ആൻഡ് ഇമോഷൻസ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനറിലാണ് ഈ കവി ഇവിടെ തൻ്റെ ചിന്തകളും തൻ്റെ ഇമോഷൻസും ഐഡിയകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ, നിങ്ങളെ ആൻസർ ഷീറ്റ് ഇതാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഒരു മാർജിൻ വരച്ചു കഴിഞ്ഞാൽ 2 മാർക്കാണെങ്കിൽ ഇത്രയാണ് എഴുതാനുള്ളത്. ക്ലിയർ? 4 മാർക്കാണെങ്കിൽ എൻ്റെ മക്കളെ ഇത്രയെങ്കിലും എഴുതി വെക്കണം എന്നുള്ളതാട്ടോ, ഇത്രയെങ്കിലും എഴുതി വെക്കണം എന്നുള്ളതാണ്. എൻ്റെ മക്കൾ ഈ സാധനം എഴുതി വെക്കുന്ന സമയത്തിന് ഏകദേശം ഇത്ര പോരൊക്കെ വരും. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ? ഇത് എഴുതി വെക്കുന്നതിന് ശേഷം ഇത്ര പോരൊക്കെ വരും. പക്ഷേ നോക്കൂ, നിങ്ങൾ 1 മാർക്കും പോവാണ്ട് ആ 4 മാർക്കാണ് സെക്യൂർ ആക്കാൻ പറ്റും. ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ എങ്ങാനും പബ്ലിക് എക്സാമിന്റെ സമയത്ത് 6 മാർക്കിനായി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയി, അപ്പോഴും ഇത് എഴുതിയാൽ മതി, മിഡിൽ ആ തീം എഴുതി കൊടുത്താൽ മതി. അപ്പൊ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പോഷനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് പ്രിപ്പോഷനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ നോക്കൂ, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞ അർത്ഥം, നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉള്ളിൽ, ഒന്നിന്റെ ഉള്ളിൽ എന്ന് കാണിക്കാനാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. അടുത്ത് എബവ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ എന്ന് കാണിക്കാനാട്ടോ, ഒന്നിന്റെ മുകളിൽ എന്ന് കാണിക്കാൻ എബവ് എന്നൊക്കെ പറയുന്നത്, ഒന്നിന്റെ മുകളിൽ. ക്ലിയർ? പിന്നെ സി, അപ്പൊ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന്റെ മുകളിൽ നമ്മൾ ഓൺ എന്ന് ഉപയോഗിക്കുക, ഓൺ ദി കാർ, ഓൺ ദി ടേബിൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്തിന്റെ അടുത്ത് അല്ലെ, ഒരു നിയർ എന്ന് കാണിക്കാൻ വേണ്ടി അറ്റ് ഉപയോഗിക്കുന്നത്. ടു എന്ന് പറഞ്ഞാൽ ലേക്ക് എന്ന് പറയുന്ന അർത്ഥമാട്ടോ, ഇന്ന സ്ഥലത്തേക്ക്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പറ? ശേഷം എന്ന് പറയുന്ന അർത്ഥമാണ്. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. ദ സ്പിൽമാൻ ഹിഡ്, സ്പിൽമാൻ ഒളിച്ചിരുന്നു എവിടാ? ഇൻ ദ ലോഫ്റ്റ് അല്ലെ, ലോഫ്റ്റിന്റെ ഉള്ളില്. ഈ ലോഫ്റ്റ് എവിടെയുള്ളത്? ആറ്റിക്കിന്റെ മുകളിൽ അല്ലേ. അപ്പൊ ഇങ്ങനെ പറയാ, അബൌവ് ദി ആറ്റിക് എന്നാ പറയാ. എന്താ പറയാ? അബൌവ് ദി ആറ്റിക് എന്നാ പറയാ കേട്ടോ, പറയാ. ഇനി അത് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ദ ഓഫീസർ കെയിം ബാക്ക്, ഓഫീസർ തിരിച്ചു വന്നു അല്ലെ. ഡാഷ് 3 days. അപ്പൊ എങ്ങനെ പറയാ? ആഫ്റ്റർ 3 days അല്ലെ, 3 ദിവസത്തിന് ശേഷം എന്ന് പറയുന്ന ഉത്തരവ് കേട്ടോ. ഹി വാണ്ടഡ് ടു ടേക്ക് സ്പിൽമാൻ, അദ്ദേഹത്തിന് സ്പിൽമാൻ എടുക്കണമായിരുന്നു. എവിടേക്ക് കൊണ്ടുപോകണമായിരുന്നു? ടു എ സേഫർ പ്ലേസ്. എവിടേക്ക് പറ? ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. കണ്ടില്ലേ നിങ്ങള്? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇന്ന് വരുന്നുണ്ട് കൃത്യം 7 മണിക്ക് കേട്ടോ. നിങ്ങൾ വായോ എഴുതുക മക്കളെ. 4 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആട്ടോ. റൈറ്റപ്പ് എഴുതാൻ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഈ റൈറ്റപ്പ് എഴുതാൻ ചോദിച്ചാൽ സാർ ഞങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട. റൈറ്റപ്പ് എന്ന് കണ്ടാൽ നമുക്ക് ഡാഷ് അല്ലെ, ഏത് ചാപ്റ്ററിനാണോ ആ റൈറ്റപ്പിന്റെ ക്വസ്റ്റ്യൻ ഉള്ളത് ആ ചാപ്റ്ററിന്റെ പേര് എഴുതി കൊടുക്കുക. ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറിംഗ് സ്റ്റോറി, മെമ്മോയറെങ്കിൽ മെമ്മോയർ അത് കൊടുക്കുക കേട്ടോ. ബൈ ദ ഫേമസ് പേഴ്സൺ, ആ വ്യക്തിയുടെ പേര്. ഇനി ഒരു കവിതയെ കുറിച്ചാണ് റൈറ്റപ്പ് ചെയ്തെങ്കിൽ ആ കവിതന്റെ പേര് എഴുതിയ ആളുടെ പേര് കൊടുക്കുക കേട്ടോ. ഇറ്റ്സ് എ ഗുഡ് നാച്ചുറൽ സ്റ്റോറിംഗ് സ്റ്റോറി. ക്ലിയർ? മനസ്സിലാകുന്നുണ്ടോ? അത് മെമ്മോയറെങ്കിൽ മെമ്മോയർ, സ്പീച്ചെങ്കിൽ സ്പീച്ച് എഴുതി കൊടുക്കുക. വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്, എന്തോ ഒരു സംഗതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുണ്ടാവില്ല, അത് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനിറ്റ് അതിൽ കാണാൻ സാധിക്കും. നോക്കൂ, nowadays അല്ലെ, nowadays അല്ലെ പീപ്പിൾ ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ് ടോപ്പിക് അല്ലെ, അല്ലെങ്കിൽ പീപ്പിൾ nowadays all are discussing about this topic, discussing this topic. ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയം കേട്ടോ. അബൌട്ടിന്റെ ആവശ്യമില്ല, ഡിസ്കസിന് ശേഷം അബൌട്ട് ഉപയോഗിക്കരുത് കേട്ടോ. all are discussing this topic because it has such importance today. കാര്യം ഇന്ന് അതിന് അത്രയും പ്രയോറിറ്റി ഉണ്ട് എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. the main reason behind discussing this topic is, ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, എന്റെ മക്കളെ നിങ്ങൾക്ക് അറിയുന്ന ആ ഒരു വിഷയം ഉണ്ടാവൂലേ, ആ വിഷയം ഇവിടെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. കാര്യം റൈറ്റപ്പ് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ച് എഴുതി വെക്കുക. തുടങ്ങാൻ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ, ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് വിഷയം എഴുതിയതിനു ശേഷം anyway we can't shut our eyes against the above mentioned topic, മുന്നേ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കണ്ണടക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു അല്ലേ, പിന്നെ ഇങ്ങനെ തന്നെ എഴുതി വെച്ച് കാണാൻ എന്ത് ചെയ്യാൻ പറ്റും? വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. 4 മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. സെറ്റ് ആക്കുക.